സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ടൗൺ ഭാഗങ്ങളിലെല്ലാം കവർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിചാരമുണ്ട്, ദുരഭിമാനമാണത്. എന്താണ് ദുരഭിമാനം എന്ന് പറയുന്നത്? പൈസ ഇല്ലെങ്കിലും വേണ്ടിയില്ല, ആഘോഷിച്ച ആർഭാടത്തിലുള്ള ജീവിതം വേണം. ഒരു കല്യാണത്തിനിട്ട ഡ്രസ്സ് പിന്നെ രണ്ടാമത്തെ കല്യാണത്തിനിടൂല. ഒരു കല്യാണത്തിനൊരു ഫംഗ്ഷൻ ഇട്ട ഡ്രസ്സ് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോ നമുക്കത് പറ്റൂല. ഒരാൾ കണ്ടത് പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഇടൂല. ഇത് ശൈത്താന്റെ കൂട്ടുകാരുടെ സ്വഭാവമാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അവർ പിശാചിന്റെ കൂട്ടുകാരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. ദുർവിനിയോഗം പാടില്ല, സമ്പത്തിലുള്ള ദുർവിനിയോഗം പാടില്ല, ഭക്ഷണത്തിലുള്ള ദുർവിനിയോഗം പാടില്ല. എന്തുകൊണ്ടാണ് രോഗങ്ങൾ പെരുകുന്നത്? വീടുകളിൽ അടുപ്പുകൾ പുകയുന്നത് മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു. നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിച്ചാലേ റാഹത്താവുകയുള്ളൂ. എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്പെഷ്യൽ ലൊക്കേഷനുകളിൽ പോകുന്നതിനെ പറ്റിയല്ല പറയുന്നത്. നിത്യമായി പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന പ്രവണതയുണ്ടാകരുത്. അത് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, ആരോഗ്യപരമായ നഷ്ടവും അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വിഡ്ഢികളായി മാറാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ ജീവിതത്തെ നഷ്ടപ്പെടുത്തരുത്. എല്ലാവരുടെയും സാമ്പത്തികമായ വിനിയോഗങ്ങൾ ഒരുപോലെയാകണമെന്നില്ല. അപ്പൊ എല്ലാവരും മുകളിലേക്ക് നോക്കി എന്ത് ഞാൻ അതുപോലെ ആകാത്തത് എന്നപ്പ ചിന്തിക്കണം. അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നാമതായി നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ഖനാഅത്ത് പഠിപ്പിക്കണം. ഈമാൻ പഠിപ്പിക്കുന്നതോടൊപ്പം ഖനാഅത്ത് പഠിപ്പിക്കണം. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന, ഉള്ളത് കൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. എല്ലാം മുന്തിയത് മാത്രം. ബ്രാൻഡുകളുടെ പിന്നാലെ നടക്കുന്ന ആളുകളുണ്ട് കുറെ. ബ്രാൻഡ് എന്ന് പറയുന്നത് തന്നെ വെറുതെ ദുരഭിമാനമാണത്. അതേ ക്വാളിറ്റിയുള്ള സാധനം ചിലപ്പോൾ വേറെ കുറഞ്ഞ പൈസക്ക് കിട്ടും. അതിന്റെ 3-4 ഇരട്ടി പണം കൊടുത്തുകൊണ്ട് ബ്രാൻഡാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ദുരഭിമാനം പാടില്ല എന്നാ ശരി. എന്നാൽ അങ്ങനെ നന്നായി പണമുള്ള ആളുകൾ അവരുടെ പണത്തിന്റെ അസർ ഒരു നിഅമത്ത് എന്നുള്ള നിലക്ക് പ്രകടമാകട്ടെ എന്നുള്ള നിലക്ക് ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് പറഞ്ഞെടുത്ത് കാണാം. നിന്റെ സമ്പത്തിന്റെ അടയാളം നിന്റെ ശരീരത്തിലും ജീവിതത്തിലും പ്രകടമാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളിൽപ്പെട്ട പലരോടും പറയുന്നത് ഹദീസുകളിലുണ്ട്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയാകാം. എന്നാലും ഈ ദുരഭിമാനത്തിന്റെ പേരിലുള്ള പല സംഗതികളും നമ്മൾ ഒഴിവാക്കണം. ചില ഫംഗ്ഷനുകൾ, ചടങ്ങുകൾ കാട്ടിക്കൂട്ടലുകളാണ്. എത്ര ദീനെന്ന് അവകാശപ്പെടുന്നിടത്തും. ഇനി രണ്ടാമത് ഞാൻ പറയുന്നത് നമ്മുടെ സംസ്കാരം, വസ്ത്ര സംസ്കാരം. ചെറിയ പ്രായത്തിൽ ചെറിയ മക്കളാണെന്ന് കരുതിയിട്ട് നമ്മൾ മക്കൾക്ക് ഇട്ടുകൊടുക്കുന്ന സംസ്കാരങ്ങളുണ്ട്, വസ്ത്രങ്ങളുണ്ട്. കുട്ടികളല്ലേ എന്നാ പറയാം. എന്നാൽ ഈ കുട്ടി വളർന്നു വളർന്നു വരുമ്പോഴും ഈ വസ്ത്രത്തിനാണ് വിധേയപ്പെടുക. ഒരു തമ്മീസത്തെ കുട്ടിക്ക് പിന്നെ ഔറത്ത് മറയാത്ത നിലക്കുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് പൊതുസമൂഹത്തിൽ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. നിങ്ങൾ കേട്ടില്ലേ എന്തൊക്കെ വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്? ചെറിയ മക്കളെപ്പോലും ബലാത്സംഗത്തിനിരയാക്കുന്ന ഒരു കാലത്ത് എന്ത് സുരക്ഷിതത്വമാണ് മക്കൾക്കുള്ളത്? മക്കളല്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് വസ്ത്ര സംസ്കാരം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. വെറുതെ ആർഭാടപരമായ വസ്ത്രവിധാനങ്ങൾ പാടില്ല. സഭ്യമായ നിലക്കുള്ള വേഷവിധാനങ്ങൾ മക്കളെ കൊണ്ട് ധരിപ്പിക്കണം. പെരുമാറ്റം നല്ല ദീനിയായ പെരുമാറ്റം ഉണ്ടാകണം. സൗന്ദര്യവർദ്ധക വസ്തുക്കളെ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ അഡിക്റ്റ് ആക്കാൻ പാടില്ല. ലിപ്സ്റ്റിക്കും അതുപോലെ മേക്കപ്പ് സെറ്റുകളും വാങ്ങിക്കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് ഇതെല്ലാമാണ് ജീവിതം എന്ന ബോധ്യം നമ്മൾ ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളിലേക്ക് വളർത്തിക്കൊണ്ടുവന്നാൽ ആ ഒരു സംസ്കാരം അവരിൽ വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ചടങ്ങുകളിൽ സംസ്കാരം നന്നായി കീപ്പ് ചെയ്യണം. എന്തൊരു ദയനീയത എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ നിലക്കും ദീനുള്ളവരാണ്. പക്ഷേ സ്വന്തം കുടുംബത്തിലൊരു കല്യാണം വന്നാൽ അതുവരെ പബ്ലിക്കിൽ പ്രത്യക്ഷപ്പെടാത്ത മകളെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഫോട്ടോഷൂട്ടാണ്. ഒരു പ്രശ്നമില്ല.
കല്യാണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എന്തൊക്കെ കോലങ്ങളാണ്. ചടങ്ങുകളിൽ തന്നെ എന്തൊക്കെയോ പിന്നെ ഒരുപാട് മാമൂലുകൾ കടന്നു കയറ്റിക്കൊണ്ട് നമ്മുടെ ഇസ്ലാമികമായ മൂല്യങ്ങളെപ്പോലും ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിഥികളെ സൽക്കരിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യുഅ്മിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫഹു. അല്ലാഹുവിലും അന്ത്യനാളിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ എന്നാണ്. എന്നാൽ നമ്മളവിടുത്തെ കല്യാണങ്ങളൊക്കെ എങ്ങനെ വിളിച്ചു വരുത്തിയാൽ മാണങ്ക് തിന്നോ പോയിക്കോ എന്നുള്ള നിലപാടാണ്. വന്നോനക്ക് ഒന്ന് വന്ന് ഇരുന്ന് ഭക്ഷണം കഴിപ്പിക്കാനുള്ള സൗകര്യം ആരാണിത് കൊണ്ടുവന്നത്? പാശ്ചാത്യന്റെ സംവിധാനങ്ങളെ നമ്മൾ അങ്ങനെ തന്നെ അഡോപ്റ്റ് ചെയ്യാണ്. കയ്യൂലേ? സൽക്കരിക്കണ്ട. സൽക്കരിച്ചവരെ, സൽക്കാരത്തിന് വരുന്നവരെ മാന്യമായി സ്വീകരിക്കാനും അവർക്കാവശ്യമായ പരിഗണനകൾ കൊടുക്കാനും നമുക്ക് കഴിയണം. അതാണ് ഇസ്ലാമിന്റെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അതാണ്. അതുപോലെ ആത്മീയമായ കുടുംബത്തിന്റെ പരിസരം നമ്മൾ ശ്രദ്ധിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഒരുമിച്ചിരിക്കണം. ഒരു ദിവസം ഒരു നേരമെങ്കിലും മക്കളോട് ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം. അത് രാത്രിയാവല നല്ലത്. അപ്പൊ മകൻ പറയാണ്, നിങ്ങൾ കഴിച്ചോടെ, ഞാൻ കുറച്ച് നേരം വൈകും എന്ന് പറഞ്ഞാൽ മകനോട് പറയണം, നീ വരണ വരെ ഞങ്ങൾ ഉറങ്ങാതെ കാത്തിരിക്കും, നീ വന്നിട്ടേ കഴിക്കുള്ളൂ, രാത്രി ഭക്ഷണം നമ്മൾ എല്ലാവരും ഒരുമിച്ചേ കഴിക്കുള്ളൂ. ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ എന്ത് രസം ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ സംസാരത്തിന്റെ, ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. മക്കളോട് അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ തിരക്കണം. അവർക്ക് പറയാനുള്ളത് പറയണം. വാക്ക് പറയാനുള്ളത് വാപ്പ പറയണം, ഉമ്മാക്ക് പറയാനുള്ളത് പറയണം. അതാണ് ആത്മീയ അന്തരീക്ഷമുള്ള ഒരു കുടുംബത്തിന്റെ ലക്ഷണമെന്ന് പറയുന്നത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുമിച്ച് ഒരുപാട് കൈകളുള്ള പ്ലേറ്റാണ് ഏറ്റവും ബറക്കത്തുള്ള ഭക്ഷണത്തളികയെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. കഴിയാണെങ്കിൽ ഉമ്മയും ഉപ്പയും മക്കളും എല്ലാവരും കൂടെ ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചാൽ അത് യസീദു ഫിൽ മഹബ്ബ, മക്കളുടെ മഹബ്ബത്ത് വർദ്ധിക്കാൻ അത് കാരണമാണെന്നാണ്. അതുപോലെ തന്നെ കുടുംബങ്ങൾ ഒന്നിച്ചുകൊണ്ടുള്ള യാത്രകൾ ഉണ്ടാകണം. കാലഘട്ടം മാറിയെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ഇസ്ലാം യാത്രകളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. സൗഹൃദങ്ങളുമായി കൂടെ കൊണ്ടുപോകുന്ന യാത്രകളിലേക്ക് മക്കൾ പലപ്പോഴും പ്രചോദിതരാകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് നമ്മുടെ കുടുംബത്തിന്റെ കൂടെയുള്ള യാത്രകളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയണം. അങ്ങനെ ഒരു സൗഹൃദ യാത്രകൾ ഉണ്ടാകണം. നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് മക്കളും ഭാര്യയും കൂട്ടിയിട്ട് യാത്ര പോവാം. ആത്മീയതയുടെ ഭാഗം തന്നെയാണത്. ആ ആരാധനകൾക്ക് ഒരു എൻജോയ്മെന്റ് കിട്ടുമെങ്കിൽ അവരെ കൂട്ടിയിട്ട്, കുടുംബത്തെ കൂട്ടി യാത്രകൾ നടത്തി, ഹറാമായ പശ്ചാത്തലങ്ങളില്ലാത്ത യാത്രകൾ എത്രയോ സ്ഥലത്ത് നമുക്ക് നടത്താൻ പറ്റുമല്ലോ. സിയാറത്ത് യാത്രകൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. സിയാറത്ത് യാത്രകളാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകൃതിയിലെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാൻ ആ യാത്രകൾ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ ഇടയിലുള്ള ഒരു മാനസിക പൊരുത്തവും ഐക്യവും വർദ്ധിപ്പിക്കുന്നതാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് മാസത്തിലെങ്കിലും ലളിതമായിട്ടെങ്കിലുമുള്ള യാത്രകൾ നമ്മുടെ കുടുംബത്തിനകത്തുണ്ടാകണം. അപ്പൊ മക്കളുമായുള്ള ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് കൂടിക്കിട്ടും. ഈ ഇരിക്കുന്നവരൊക്കെ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളെ മക്കളിൽ എത്ര പേർ ഈ സദസ്സിലുണ്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ആ സദസ്സിലേക്ക് വരേണ്ടവരായ മക്കൾ വന്നിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോ നമുക്കറിയാം എവിടെയാണ് നമ്മുടെ മക്കൾ ഉള്ളത്, എവിടെയാണ്, എന്തുകൊണ്ടാണ് അവർ പങ്കെടുക്കാത്തത്, വരാത്തത് എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരവരുടെ സൗഹൃദങ്ങളുമായി ഇങ്ങനെ കറങ്ങി നടക്കാവും. പോരായ്മാരുതാ. എപ്പോഴെങ്കിലും അവരെ സദസ്സിലേക്ക് കൈപിടിച്ച് പണ്ട് മുതലേ കൊണ്ടുവന്ന, നമ്മളങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ്, നമ്മുടെ പൂർവികരും നാമുമായി ബന്ധപ്പെട്ടവരും അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നതും നമ്മളിങ്ങനെ സംസാരിക്കുന്നതും ദീനീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും. അടുത്തൊരു തലമുറയിലേക്ക് അത് കൈമാറി കൊടുക്കേണ്ട ഉത്തരവാദിത്തല്ലേ? അത് നമ്മൾ ചെയ്യാതെ നമ്മളിങ്ങനെ പറയാണ് പുതിയ കാലഘട്ടം മോശാണ്, കാലഘട്ടം അങ്ങനായി ഇങ്ങനായി. അതല്ല, കാലഘട്ടത്തിനല്ല കുഴപ്പം. വൽഐബു ഫീനാ വമാലി സമാനിനാ ഐബുൻ സിവാനാ. കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത്. പ്രോബ്ലം ഈസ് അവേഴ്സ്. നമ്മുടേതാണ് പ്രശ്നം, നമ്മളുടെ പ്രശ്നം. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നമ്മളുടെ കാഴ്ചപ്പാടുകൾ കുറെ മാറേണ്ടതുണ്ട്.
മതവിദ്യാഭ്യാസം മക്കൾക്ക് അനിവാര്യമാണ്. മതവിദ്യാഭ്യാസമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ടത്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും ഇൽമ് തേടുക എന്നുള്ളത് നിർബന്ധമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പലപ്പോഴും മതവിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കണില്ല. മദ്രസയിൽ കുട്ടികൾ കുറയാണ് പല മദ്രസകളിലും. എന്താ കാരണം? സ്കൂൾ 8 മണിക്ക് തുടങ്ങുകയാണെന്നുള്ളതാണ്. ഞാനിപ്പോൾ അടുത്ത് വളരെ ബന്ധപ്പെട്ട നമ്മുടെ ഒരു പ്രവർത്തകനോട് ചോദിച്ചു, മക്കള് ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്? അവ മദ്രസയിൽ പോണില്ല. അപ്പൊ എവിടെ സ്കൂളിൽ പഠിക്കുന്നത്? ഇന്ന സ്കൂളിലാണ്. അവിടെ മദ്രസയുണ്ടോ? ഉണ്ട്. ഏതാണ് മദ്രസ പഠിക്കുന്നത്? അപ്പൊ അന്വേഷിച്ചു നോക്കിയപ്പോൾ അവിടെ സലഫി സിലബസ് ആണ് മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ നല്ല പ്രവർത്തകന്റെ കാര്യം പറയുന്നത്. അപ്പൊ അത് ഏതായാലും കുഴപ്പമില്ല. മദ്രസ വിദ്യാഭ്യാസം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സിലബസ് പഠിപ്പിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ മേൽ ബാധ്യതയാണ്. നാളെ കുട്ടി പറയും എനിക്കത് തന്നിട്ടില്ല. നീ മദ്രസ പറഞ്ഞേക്കുന്ന കുട്ടികളുടെ സ്ഥിതി എന്താണ്? പലപ്പോഴും സ്കൂൾ ബസ് വരാനാവുമ്പോഴേക്ക് മദ്രസ വിടുന്നതിന് മുമ്പ് കുട്ടികൾ പോയിട്ടുണ്ടാവും. സ്കൂൾ ബസ് വരാനായി നമ്മൾ കുട്ടികൾ പോയിട്ടുണ്ടാവും. ഫാത്തിഹ പോലും ഒന്ന് തെറ്റാതെ ഓതാൻ നമ്മുടെ മക്കൾക്ക് കഴിയാതെ വരുന്നു. ഭൗതികമായ വിദ്യാഭ്യാസത്തോടുള്ള കാഴ്ചപ്പാടുകൾ മാറി. ഇപ്പൊ +2 A+ കിട്ടിയാൽ ആ കുട്ടിയുടെ പേരൻസ് വിചാരിക്കുന്നു നമുക്ക് കുട്ടിയെ ഡിഗ്രിക്ക് പഠിപ്പിക്കാം. അങ്ങനെ അതാ ഡിഗ്രിക്ക് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ക്യാമ്പസ് തിരയുന്നു. ചിലപ്പോൾ ചെറിയ മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ മാർക്ക് ഉണ്ടാവും, കുട്ടിക്ക് പൊട്ടൻഷ്യാലിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ കുട്ടിക്ക് എന്തോ 8 A+ കിട്ടിയപ്പോൾ ഉപ്പ തീരുമാനിച്ചു അവനെ ഒരു ഡോക്ടറാക്കണം, അല്ലെങ്കിൽ അവളെ ഒരു ഡോക്ടറാക്കണം. അങ്ങനെ പണം കെട്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പറഞ്ഞേക്കാണ്, അല്ലെങ്കിൽ ചൈനയിലേക്ക് പറഞ്ഞേക്കാണ്. വേണ്ട എന്നല്ല, ഡിഗ്രിയിൽ നാട്ടിൽ തന്നെ ഡിഗ്രിക്ക് പറഞ്ഞേക്കുന്നു. അങ്ങനെ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ഉപ്പ ചോദിക്കുന്നു ഇനി കല്യാണം കഴിക്കല്ലേ എന്ന് ചോദിക്കുമ്പം കുട്ടിയുടെ കാഴ്ചപ്പാട് മാറി. കുട്ടി പറയാണ് ഏതായാലും PG കഴിയട്ടെ എന്ന് പറയുന്നു. PG പഠിക്കുന്ന സമയത്ത് കുട്ടിയോട് ചോദിക്കുന്നു PG ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി നമുക്കൊരു പുതിയാപ്പളനെ നോക്കിയാലോ? അപ്പൊ കുട്ടി പറയാണ് ഞാൻ ഏതായാലും ഒന്ന് നെറ്റ് എഴുതി നോക്കട്ടെ, JRF കിട്ടിയാൽ എനിക്കൊരു PhD ചെയ്യണം. PhD എന്ന് പറഞ്ഞാൽ 3 കൊല്ലം മുതൽ 5 കൊല്ലം 6 കൊല്ലം അങ്ങനെ എത്രയും നീണ്ടുപോകാവുന്ന കാലയളവാണ്. അങ്ങനെ PhDക്ക് ജോയിൻ ചെയ്യുന്നു. PhD കഴിയുന്ന സമയത്ത് 24 വയസ്സാകുമ്പോ ഉമ്മയും ഉപ്പയും ചോദിക്കുന്നു മോളെ കല്യാണം കഴിക്കല്ലേ? അപ്പൊ മോള് പറയും ഉപ്പ ആയിട്ടില്ല, ഒറ്റക്കാലിൽ നിൽക്കട്ടെ. എന്താ ഒറ്റക്കാലിൽ നിൽക്കുന്നത്? ഒരു ജോലി കിട്ടട്ടെ എന്ന് പറയാണ്. അങ്ങനെ ജോലിയൊക്കെ ആയി കിട്ടുമ്പോഴേക്ക് കല്യാണം കഴിക്കല്ലേ എന്ന് ചോദിക്കുമ്പം പല മക്കളും ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ എന്തിനാണ് കല്യാണം? അതൊരു ഉടമ്പടിയല്ലേ? ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. ഭർത്താവ് പറഞ്ഞാൽ പിന്നെ പോകാൻ പറ്റാത്തടുത്ത് പോകാൻ പറ്റൂലല്ലോ. ഇതാവുമ്പോ അങ്ങനെ ഫ്രീ ആയിട്ട് പാറിപ്പറന്ന് നടക്കാമല്ലോ. അതുകൊണ്ട് കല്യാണം വേണ്ട, ലിവിങ് ടുഗദർ മതി എന്ന് പറയുന്നവർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ വളർന്നു വരുന്നത് കാഴ്ചപ്പാടില്ലാതെ വിദ്യാഭ്യാസം നൽകുന്നത് കൊണ്ടാണ്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കളെ ഡോക്ടറാക്കിയാലും എഞ്ചിനീയറാക്കിയാലും നാളെ ആഖിറത്തിൽ നമുക്കെതിരെ സാക്ഷി പറയുന്ന മക്കളാകരുതെന്ന ബോധ്യം വേണം. എന്ത് ധൈര്യത്തിലാണ് മക്കളെ നമ്മൾ പുറത്തേക്ക് പറഞ്ഞേക്കുന്നത്? പെൺകുട്ടികൾ, പ്രായപൂർത്തി കഴിഞ്ഞ പെൺകുട്ടികളെ ഏത് ധൈര്യത്തിന്റെ പുറത്താണ് പുറത്തേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത്? അത് ഗൗരവത്തിൽ ചിന്തിക്കണം. എങ്ങനെ നമ്മൾ വിടുക? ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഇപ്പം തന്നെ നോക്കി നിങ്ങൾ ഈ വയല് കഴിഞ്ഞാണ്ട് ബീച്ചിലൂടെ അങ്ങനെ ഇറങ്ങി നോക്കിയാൽ അവിടെ അവിടെ എന്താ പറയാ പിടുത്തം വിട്ട് ചാടി ഓടി കളിക്കുന്നവരിൽ പെൺകുട്ടികളായിരിക്കും. നമ്മളെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പെൺകുട്ടികളായിരിക്കും. ഉമ്മയുപ്പയും ഇത് അറിയണ്ടാവില്ല. ലഹരിക്കടിമപ്പെട്ട പെൺകുട്ടികളിൽ പോലും എത്രയോ നല്ല നല്ല പശ്ചാത്തലങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവർ, മദ്രസ പഠിച്ചുകൊണ്ടോ പഠിക്കാത്തതുകൊണ്ടൊന്നല്ല, എല്ലാ പശ്ചാത്തലങ്ങളിൽ നിന്നും വന്നവർ അവരുടെ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കിയെടുത്ത് അതിൽ വല്ലാതെ അഭിരമിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കുട്ടികളെ ചേർക്കുമ്പോൾ 2 കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. അതിലൊന്ന്, ഞാൻ എൻ്റെ കുട്ടിയെ ചേർത്തുന്ന കോഴ്സ് കുട്ടിക്ക് അഭികാമ്യമാണോ എന്ന് നോക്കണം, യോജിച്ച കോഴ്സാണോ എന്ന് നോക്കണം. കുട്ടിക്ക് അതിൽ ഒന്ന്, ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ പെൺകുട്ടിയെ ആൺകുട്ടികളെ പിന്നെ നമുക്ക് ഏറെക്കുറെയൊക്കെ കൺട്രോളിൽ കിട്ടും. പെൺകുട്ടികളെ എപ്പോൾ